ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ എന്ന വീണ്ടും ഒരു പുതിയ കണ്ടൻറ്റുമായി ഞാൻ വന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ മറ്റൊന്നുമല്ല, ഇന്ന് നമുക്ക് ലോകം കണ്ട അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്മുടെ ഭാരതത്തിലെ സ്വന്തം ഭാരതത്തിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളായ മുകേഷ് അംബാനി അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുന്നോട്ട് കാണുക. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ധീരുഭായ് അംബാനി എന്ന ഒരു മഹാനായ ഒരു പ്രതിഭ, അദ്ദേഹത്തിൻ്റെ വൈഭവം, അദ്ദേഹത്തിൻ്റെ ജീവിതകാലം തുടങ്ങുന്നത് ഗുജറാത്തിലെ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന ജോലിയിൽ നിന്നാണെന്ന് നമുക്കെല്ലാവരും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് അവിടെ നിന്ന് തുടങ്ങുന്ന ധീരുഭായ് അംബാനി എന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ കൂടി അദ്ദേഹം വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഉടമയാവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ റിലയൻസ് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട്, അല്ലെങ്കിൽ പെട്രോൾ സ്വന്തമായിട്ട് ഒഴിച്ചെടുക്കുന്ന ഒരു കമ്പനിയായിട്ട് വളർന്നെങ്കിൽ അത് ധീരുഭായ് അംബാനി എന്ന ആ മഹാനായ പ്രതിഭയുടെ മനുഷ്യൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം, അല്ലെങ്കിൽ നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന, ലോകത്തെവിടെയും ആർക്കും മാതൃകയാക്കാവുന്ന ഒരു ഉദാഹരണം തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കമ്പനി ഇത്ര വിശാലമായിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പെട്രോളിയം കുഴിച്ച് എടുക്കുന്ന ഗുജറാത്തിലെ ഒരു കമ്പനിയായിട്ട് ഇത് ഫോം ചെയ്ത് അവിടെ നിന്ന് ഇത്രയധികം കമ്പനികളുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അധിപനായി മാറിയിരിക്കുന്ന ഇന്നത്തെ മുകേഷ് അംബാനി ധീരുഭായ് അംബാനിയുടെ മൂത്ത പുത്രനാണ്. ഇളയ പുത്രൻ നമുക്കറിയാം അനിൽ അംബാനി. അദ്ദേഹം ഈ ബിസിനസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും അവർ രണ്ടായിട്ട് പിരിഞ്ഞു. എങ്കിലും അവർ സ്വന്തം കാര്യം നോക്കി അവരുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ച് അങ്ങനെ വളർന്നു വരുന്നതിൽ നമുക്ക് ലോകത്ത് മറ്റാർക്കെങ്കിലും അസൂയ വളരുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഇത്രയധികം അസൂയയും ഇത്രയധികം ദൃക്കുകളായിട്ട് ചിന്തിച്ചുകൊണ്ട് ഉള്ള ചില അദ്ദേഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അംബാനിയുടെ സാമ്രാജ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാതെ തന്നെ ഇത്രയധികം അദ്ദേഹത്തെ ഇകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ദേശീയ താല്പര്യം, ദേശീയ ബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു ദേശത്തിൻ്റെ, എപ്പോഴും നമ്മുടെ ഭാരതത്തിൻ്റെ അഭിവൃദ്ധിയും അഭിമാനവും ഒക്കെ ചിന്തിക്കുന്ന ഒരു ഭാരതീയൻ ഒരിക്കലും അദ്ദേഹത്തെ ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല. കാരണം സ്വന്തം അധ്വാനങ്ങളിൽ കൂടി ഇത്രയധികം വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ശതകോടീശ്വരന്മാരിൽ ഒരാളായിട്ട് ആദ്യത്തെ 10 പേര് അല്ലെങ്കിൽ 15 പേർക്കുള്ളിൽ എപ്പോഴും സ്ഥാനം പിടിക്കാറുള്ള മുകേഷ് അംബാനി എന്ന ധീരുഭായ് അംബാനി എന്ന മഹാൻ്റെ പുത്രന് നമ്മൾ എപ്പോഴും അദ്ദേഹത്തെ ഒരു മാതൃകാ പുരുഷനായി കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ബിസിനസ്സിൽ വളരാൻ ഉദ്ദേശിക്കുന്നവർക്ക് പാഠമാണ്, ഒരു പാഠപുസ്തകമാണ് അവരുടെയൊക്കെ ജീവിതം. അപ്പോൾ ഇന്ന് അവർക്കെതിരെ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രനായ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് മുമ്പുള്ള എൻഗേജ്മെൻറ്റ് തൊട്ട് അതിനു മുമ്പും ഉള്ള പരിപാടികളിലൊക്കെ അദ്ദേഹം ധൂർത്തായിട്ട് ചെലവഴിച്ചു പണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ധൂർത്തെന്ന് പറയുമ്പോൾ നമ്മൾ കരുതേണ്ട ഒരു കാര്യം, നമ്മൾ ആഘോഷിക്കാറുണ്ട് പലതും, അല്ലെങ്കിൽ നമ്മൾ ഉത്സവങ്ങൾ നടത്താറുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ധൂർത്തായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. നമ്മുടെ അമ്പലങ്ങളിൽ, നമ്മുടെ പള്ളികളിൽ ഒക്കെ നമ്മൾ ധാരാളം പണം, അത് പബ്ലിക്കിൻ്റെ പണമാണെങ്കിലും നമ്മൾ ഓരോരുത്തരും നിക്ഷേപിക്കുന്ന പണം, അത് ധൂർത്തായിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കാണുന്നില്ല? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം അധ്വാനത്തിലൂടെ അദ്ദേഹം അംബാനി, അല്ലെങ്കിൽ ആ ഒരു കമ്പനി, അവർ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കിയ പൈസ ലോകത്താകമാനം കോടിക്കണക്കിന് ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കോടിക്കണക്കിന് ആൾക്കാർക്ക്, ഏകദേശം 10 കോടിക്ക് അടുത്തോളം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉള്ള ഈ കമ്പനിക്ക് അവരുടെ പ്രോഫിറ്റിൻ്റെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ 1% പോലും അദ്ദേഹം ഈ ഒരു ധൂർത്തിന് വേണ്ടി മുടക്കിയിട്ടില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം ഒരു ധൂർത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരാഘോഷമായി കാണുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ആഘോഷിക്കാറുണ്ട് പല കാര്യങ്ങളും. നമ്മുടെ സ്വന്തം ജന്മദിനം അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമുക്ക് ഉള്ളതുപോലെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അനാവശ്യമാണ്, ധൂർത്താണെന്ന് നമുക്ക് പറയാം. നമുക്ക് 50,000 രൂപ കിട്ടുന്ന ഒരാളും 5,000 രൂപ കിട്ടുന്ന ശമ്പളം ജോലിക്കാരും പോലും ഇങ്ങനെ ധൂർത്ത് നടത്താറുള്ളപ്പോൾ നമുക്കിതെന്ത് പറയാനുള്ള അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ
അംബാനിയെക്കുറിച്ച് പറഞ്ഞാൽ മുകേഷ് അംബാനി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പനികൾക്ക് പിന്നെ ഫൗണ്ടേഷൻ തന്നെ, റിലയൻസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ചാരിറ്റി നടത്തുവാൻ വേണ്ടിയുള്ള ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് 2010 തോന്നുന്നു. എന്തായാലും അവിടെ തൊട്ട് ഇങ്ങോട്ട് അവർ ഏകദേശം 10 കോടി ഏകദേശം കണക്ക് പറയാൻ എനിക്ക് തോന്നുന്നത്, അത് മനസ്സിലാക്കിയെടുത്തോളം സംഭാവനയായും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വേണ്ടി അവർ മുടക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഈ അടുത്ത സമയത്ത് തന്നെ ഈ വർഷം 2024 മെയ്യിലാണെന്ന് തോന്നുന്നു ഒരു സമൂഹ വിവാഹം അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ നേതൃത്വത്തിൽ, ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടു. അത് ശ്രീ മുകേഷ് അംബാനിയുടെ ഭാര്യ നീത അംബാനിയുടെ പേരിലുള്ള അവരാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പം അവർ ഏകദേശം 50-ലധികം നിർധനരായ കുടുംബത്തിൽപ്പെട്ട യുവതിയുവാക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അതിന് ഉണ്ടായ ചെലവ് അവരാണ് വഹിച്ചത്. അപ്പം അവർക്ക് ഈ നന്മ മനസ്സിലുണ്ടെങ്കിൽ അവർ നടത്തുന്ന ധൂർത്ത് എങ്ങനെ ധൂർത്താണെന്ന് പറയാനൊക്കും. അവരുടെ മുമ്പ് പറഞ്ഞ പോലെ 1% പോലും അവരുടെ വരുമാനത്തിൻ്റെ അവർ ഈ ധൂർത്തിന് വേണ്ടി മുടക്കുന്നില്ല. നമ്മളൊക്കെ 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ആയിക്കോട്ടെ ശമ്പളമുള്ള ഒരാൾ വിവാഹത്തിന് അവരുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ മറ്റ് മകൻ്റെയോ മകളുടെയോ കുട്ടികളുടെയൊക്കെ വിവാഹത്തിന് വേണ്ടി എത്രയോ ലക്ഷങ്ങളും കോടികളും അവർ മുടക്കുന്നു. അപ്പോൾ അതൊക്കെ ധൂർത്തായിട്ട് നമ്മൾ കാണുന്നു. അത് അവരുടെ ഇഷ്ടം. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ചാരിറ്റി പ്രവർത്തനം നടത്താനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. നമ്മളവരെ അംഗീകരിക്കുക, അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ എപ്പോഴും അംഗീകരിക്കുക. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ തന്നെ വളരെ നീണ്ട, ഒരു വർഷത്തിൽ കൂടുതൽ നീണ്ടു നിന്ന ചടങ്ങുകളായിരുന്നു. അപ്പോൾ ആ ചടങ്ങുകൾ എല്ലാം വിദേശത്തു നിന്നും നമ്മുടെ സ്വദേശത്ത് ഭാരതത്തിൽ നിന്നും ധാരാളം സെലിബ്രിറ്റികളും മറ്റ് സാധാരണക്കാരായ അതുപോലെ സന്യാസിമാർ, പ്രീസ്റ്റുകൾ, അങ്ങനെയുള്ള ധാരാളം ആൾക്കാരെ വിളിച്ചു വരുത്തി, പിന്നെ കലാകാരന്മാർ അവരെ വിളിച്ചു വരുത്തി. അവർക്കൊക്കെ പണം കൊടുക്കണം എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതൊക്കെ ഒരു ആഘോഷം പോലെ അത് നടത്തി, സത്യമാണ്. അപ്പോൾ ഇവർക്കൊക്കെ അംഗീകാരം കൂടിയാണത് എന്നോർക്കണം. ഇപ്പം സന്യാസികളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സദ്ഗുരുക്കന്മാരായിട്ടോ ഒക്കെ ധാരാളം പേരുണ്ടെങ്കിലും നമ്മൾ അവരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു പ്രത്യേക സ്ഥാനം കൊടുത്ത് അവിടെ കൊണ്ടിരുത്തി അവർ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുപ്പിക്കുകയും ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു കുടുംബം, അതായത് ധനിക കുടുംബം. അപ്പം നമ്മൾ കണ്ടു ധാരാളം സെലിബ്രിറ്റികൾ അവരുടെ ഇതിൽ വന്ന് പങ്കെടുക്കുകയും പോവുകയൊക്കെ ചെയ്തു. ആ കൂട്ടത്തിൽ നിങ്ങൾ ഇവിടെ ക്ലിപ്പിങ്ങിൽ കാണുന്നത് പോലെ പലരും വന്നിരുന്നു. അപ്പം അവർ പങ്കെടുത്തിട്ട് പോയി, ആശീർവദിച്ചിട്ട് പോയി. അപ്പോൾ ഇനി പറയാനുള്ളത്, ഇദ്ദേഹത്തെക്കുറിച്ച് ട്രോളുന്ന സ്വഭാവക്കാർ ഒരു കാര്യം വിചാരിക്കുക, പിന്നെ ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാം. അപ്പം ഇന്ന് ഈ ചില ട്രോളുകൾ വളരെ മോശമായ രീതിയിൽ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ കാണുന്ന സെറ്റപ്പാണ്, അത് പിന്നീട് അത് ഡൈവോഴ്സായി മാറും എന്നൊക്കെയുള്ള ട്രോളുകൾ മലയാളികൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തൊലിയുരിഞ്ഞു പോവുകയാണ്, നാണക്കേട് വരികയാണ്. കാരണം ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? അപ്പം ഇവരെന്ത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്? അതായത് ഈ ഇളയ മകൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അതിനൊക്കെ ഇവരുടെ കുട്ടിക്കാലത്ത് ഉള്ള ഒരു സുഹൃത്തായിട്ട് വളർന്നു വന്ന കൊച്ചുകുട്ടി കാലം മുതൽ വളർന്ന് ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വധുവായി വന്നിരിക്കുന്നതും കല്യാണം കഴിച്ചതും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതിൽ ഒരു അതിശയോക്തിയുമില്ല. നേരെ മറിച്ച് അതൊരു വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. കാരണം ഈ മുകേഷ് അംബാനിയുടെ ഇപ്പം വിവാഹം കഴിച്ചിരിക്കുന്ന ഈ അനന്ത് അംബാനി എന്ന് പറയുന്ന ഈ പുത്രൻ, ഇദ്ദേഹത്തിന് വളരെ ശാരീരിക പീഡനങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് മുന്നേറി വന്ന ഒരു യുവാവാണ്. അപ്പം അതേ സമയത്ത് അതൊക്കെ തരണം ചെയ്ത് ഈ മാതാപിതാക്കളെ അടുക്കി പിടിച്ച് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന്, അതുപോലെ തന്നെ കളിക്കൂട്ടുകാരി അദ്ദേഹത്തെ വിടാതെ അദ്ദേഹത്തെ കൂടെ നിന്ന് താങ്ങി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് വിവാഹം വരെ എത്തിയെങ്കിൽ അത് അവരുടെയൊക്കെ ഒരു നന്മ അവിടെ ഇല്ലേ? നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന മലയാളിക്ക് അവരോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ദയവായി ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുമ്പോൾ ആദ്യം ഇവരുടെയൊക്കെ പിന്നാമ്പുറത്തുള്ള ഹിസ്റ്ററികളൊക്കെ ഒന്ന് പരിശോധിക്കുക. അതൊക്കെ മനസ്സിലാക്കാൻ ഇന്ന് എളുപ്പവഴികൾ ധാരാളമുണ്ട്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വളരെ പക്വതയോടുകൂടി പ്രതികരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് ആനുകാലികമായ ഒരു സംഭവമാണ്. അത് സത്യം എല്ലാവരും അങ്ങനെ മൂടി വെക്കാനുള്ളതല്ല. സത്യം
തുറന്ന് തന്നെ അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഞാനും അത് കുറച്ചൊക്കെ ചികഞ്ഞ് അന്വേഷിച്ചു, മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിട്ടു. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വരുന്നവരുടെ എല്ലാം നന്ദി. ഗുഡ് ബൈ.